ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചെറിയമ്മ എവിടെയെങ്കിലും എഴുത്തോ മറ്റോ എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതില് കൃത്യമായിട്ട് അമ്മയുടെ രാധികയുടെ പേരുണ്ടാവും. ഓ, അത് വല്ല പോലീസുകാർക്കും കിട്ടിയാ. കൽപ്പനെ, നീ ഇതൊക്കെ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തുകയാണോ? അതോ ഞാൻ ഭയപ്പെടുന്ന കണ്ട് സന്തോഷിക്കുവാണോ? അയ്യോ, ഓർഡർ ചെയ്യാത്ത ഫുഡുമായിട്ട് വരിക, അനുവാദമില്ലാതെ മുറിക്കകത്ത് കയറുക, ഇതാണോ നിങ്ങളുടെ ഹോട്ടലിന്റെ റെപ്യൂട്ടേഷൻ? സർ, ഞാൻ പുതിയ ആളാ, ഇന്നലെ വന്നതേ ഉള്ളൂ. സോ വാട്ട്? ബേസിക് സെൻസ് പഠിക്കാതെ നിങ്ങൾ ഈ ജോലിക്കെടുക്കൂ? ഐ എം റിയലി സോറി സർ. ഞാൻ കാല് പിടിക്കാം. സാറ് കംപ്ലൈന്റ് ചെയ്താൽ മാനേജർ എന്നെ ജോലി എന്ന് പറഞ്ഞു വിടും. ശരി, മേലാൽ ഇത് ആവർത്തിക്കരുത്. പൊക്കോ. താങ്ക് യു സർ. സോറി മാഡം. പെട്ടെന്ന് തിരിഞ്ഞപ്പോ അയാളെ കണ്ട് ഞാൻ പേടിച്ചുപോയി. അവൻ വാതിലിൽ മുട്ടിന്ന് പറഞ്ഞ കാര്യം സത്യമാണോ? താൻ എന്തെങ്കിലും സ്വപ്നം കണ്ടു നിന്നോ? ഇല്ല, ഞാനിവിടെ നിന്ന് കാഴ്ചകൾ കണ്ടു നിൽക്കായിരുന്നു, അല്ലാതെ എനിക്ക് ബോധം പോയിട്ടൊന്നുമില്ല. പക്ഷേ പുറത്തു പോയി താമസിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? റൂം എപ്പോഴും ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിലേ ഏതെങ്കിലും രാക്ഷസന്മാർ വന്ന് ഈ സീതയെ അങ്ങോട്ട് കട്ടുകൊണ്ട് പോയാലോ? പിന്നെ എനിക്ക് വിളിക്കണം. കുളിക്കാം. ഗൗതമിന്റെ ഫോണിൽ പലതവണ വിളിച്ചു നോക്കി, പക്ഷെ സ്വിച്ച് ഓഫ് ആണ്. അവന്റെ ഫ്രണ്ട്സിന്റെ നമ്പറൊന്നും എനിക്ക് അറിയില്ല. പിന്നെ എങ്ങനെ ഇപ്പൊ ഒന്ന് അറിയിക്കുന്നേ? ആരെങ്കിലും കണ്ടുപിടിച്ച് ഒന്ന് അറിയിക്കണം മോനെ. ഗൗതം കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അത് നല്ലതല്ലേ? ഞാൻ ശ്രമിച്ചു നോക്കാമേ. ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? പൾസ് വേരിയേഷൻ ഒക്കെ അവസാനിച്ചിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ അൺകോൺഷ്യസ് ആണ്. എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോഴും പറയാൻ പറ്റില്ല. സൂര്യ എന്റെ കൂടെ ഒന്ന് വരൂ. അമ്മേ, എനിക്ക് നല്ല പേടിയുണ്ട്. ചെറിയമ്മയുടെ കാര്യത്തിലുള്ളതിനേക്കാൾ ഇപ്പോ അമ്മയുടെ കാര്യത്തിലാ. അല്ല, എന്തെങ്കിലും സംഭവിച്ചു പോയാ ആളുകളുടെ മുമ്പിൽ ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ. കണിമംഗലത്ത് നിന്ന് ഇറക്കി വിട്ട സങ്കടം. അതുകൊണ്ടാ. ഇറക്കി വിട്ടത് സത്യോ? അതിന്റെ കാരണങ്ങൾ മതിലിൽ എഴുതി ഒട്ടിക്കാനൊന്നും പറ്റില്ലല്ലോ. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കപ്പെടില്ലേ? അതൊക്കെ ആരെങ്കിലും പറയൂ അമ്മേ. പ്രത്യേകിച്ച് കണിമംഗലം പോലൊരു കുടുംബത്തിന് കുറ്റം പറയാനൊരു അവസരം കിട്ടിയ ആരെങ്കിലും അത് വെറുതെ കളയോ? പറയാനുള്ളവർ പറഞ്ഞോട്ടെ, കേസ് എടുക്കാനുള്ളവർ കേസ് എടുത്തോട്ടെ. അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ പറയാ? ചെറിയമ്മ എവിടെയെങ്കിലും എഴുത്തോ മറ്റോ എഴുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതില് കൃത്യമായിട്ട് അമ്മയുടെ രാധികയുടെ പേരുണ്ടാവും. ഓ, അത് വല്ല പോലീസുകാർക്കും കിട്ടിയാ. കൽപ്പനെ, നീ ഇതൊക്കെ പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തുകയാണോ? അതോ ഞാൻ ഭയപ്പെടുന്ന കണ്ട് സന്തോഷിക്കുവാണോ? അയ്യോ അമ്മേ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞതല്ല. അമ്മ ഒരു കേസിൽ പെടുക, ചോദ്യം ചെയ്യപ്പെടുക എന്നൊക്കെ പറഞ്ഞ അത് ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അമ്മേ? അച്ഛനാണെങ്കിലും മുത്തശ്ശിയാണെങ്കിലും തളർന്ന് വീഴാൻ അത് പോരെ. പിന്നെ വരുണിന്റെ കാര്യമാണെങ്കിൽ പറയാൻ വേണ്ട. മതി മതി, എന്റെ തലയ്ക്ക് ഭ്രാന്ത് എടുക്കുന്നു. ചെറിയമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ മറ്റാര് പറഞ്ഞില്ലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ രണ്ടുപേരുടെയും പേര് ഞാൻ പറയും. കണിമംഗലം കുടുംബം ഇനി അങ്ങനെ തല ഉയർത്തി നിൽക്കണ്ട.
അതെ, തനിക്ക് നല്ല വിശപ്പുണ്ടല്ലോ. തന്റെ മുഖം കണ്ടാൽ എനിക്കറിയാം. എന്ത് കാര്യത്തിലും എന്റെ ചില ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാറുണ്ടല്ലോ. വിശന്നു കഴിഞ്ഞാൽ എന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാം? കണ്ണിന് വല്ല പ്രത്യേകതയുണ്ടോ? മൂക്കിന് വല്ല പ്രത്യേകതകളുണ്ടോ? വിശന്നാലുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാലേ, വിശന്നു കഴിഞ്ഞാൽ തന്നെ കാണാൻ നല്ല ഭംഗിയാ. അല്ലെങ്കിലോ? അല്ലെങ്കിലും ഭംഗിയുണ്ട്. ഓ സുന്ദരിയല്ലേ എന്റെ കൊച്ച്? ഓ കഴിക്കേ. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. അതെ, കൈ കൊണ്ടെടുത്തൂടാ. പിന്നെ എങ്ങനെ ഇത് വായിലെത്തുന്നത്? ദേ, അതിനാണ് ഈ ഫോർക്ക്. ചുറ്റുമുള്ള ആൾക്കാരൊക്കെ കഴിക്കണം നോക്കിയേ. ദേ, അങ്ങനെ വേണം കഴിക്കാൻ. അതെ, നമ്മൾ ഇതിനു മുമ്പ് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചില്ലേ? അപ്പൊ ഞാൻ കൈകൊണ്ടല്ലേ കഴിച്ചേ? അതെ, എല്ലാം ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാ. സിറ്റുവേഷൻ ഏതായാലും നമ്മൾ തന്നെയല്ലേ കഴിക്കുന്നത്. ഓ, ഞാൻ ഏതായാലും തർക്കത്തിനില്ല. താനേ ദേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. കഴിക്കും. ആദ്യമായിട്ടല്ലേ, ഒന്നുകൂടെ ട്രൈ ചെയ്യ. കഴിക്ക. എന്തു പറ്റി? ഫുഡ് ഇഷ്ടപ്പെട്ടില്ലേ? ഫുഡൊക്കെ നല്ലത് തന്നെയാ, പക്ഷെ ഈ കമ്പം കോലോട്ട് കഴിച്ചിട്ടൊരു സുഖമില്ല. അതെ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ആ ഫോർക്ക് അങ്ങ് മാറ്റി വെച്ചേക്ക്, എന്നിട്ട് കഴിക്ക്. അതെ, നീ ടേബിൾ മാനേഴ്സൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരാം. അല്ലാതെ പെർഫോം ചെയ്താലേ മറ്റുള്ളവരൊക്കെ ശ്രദ്ധിക്കും. അപ്പൊ കൈ കൊണ്ട് കഴിക്കാവോ? പിന്നെ അല്ലാതെ താൻ കഴിക്കും. ഇത് കണ്ടോ, എന്തൊരു വ്യത്യാസമാണെന്നറിയോ?